Solutions with the same osmotic pressure are called isotonic solutions. അടുത്തൊരു ടൈപ്പ് സൊല്യൂഷൻസ് ആണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് വിത്ത് ലോവർ ഓസ്മോട്ടിക് പ്രഷർ കമ്പയർഡ് ടു ദ അതർ സൊല്യൂഷൻ. ഹിയർ the solvent molecules flow from first solution to the second solution. Then next is hypertonic solution. Solutions with higher osmotic pressure compared to the other solution. Here the flow of solvent molecules is from second solution to the first solution. ഇനി നമ്മൾ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് സേഫായിട്ട് നമുക്ക് ഇഞ്ചക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, the osmotic pressure associated with the fluid inside the blood cell is equivalent to that of 0.9% mass by volume of sodium chloride solution. It is safe to inject intravenously. In this case, the net movement of water in and out of the blood cell is 0 because the concentration of solutes inside and outside the cell is the same. അപ്പോൾ നമുക്ക് സേഫായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇൻ ദ കേസ് ഓഫ് സൊല്യൂഷൻ വിത്ത് 0.9% മാസ് ബൈ വോളിയം കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്സ് ഔട്ട്സൈഡ് ദ സെൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻസൈഡ്. ദർ ഈസ് എ നെറ്റ് ഫ്ലോ ഓഫ് വാട്ടർ ഔട്ട് ഓഫ് ദി സെൽ കോസിംഗ് ദ സെൽ ടു ഡീഹൈഡ്രേറ്റ്, shrink and becomes die. In the case of solution with less than 0.9% mass by volume of sodium chloride, the concentration of solutes outside the cell is less than that inside. So there is a net flow of water into the cell, causing the cell to swell and perhaps to burst. ഇനി നമുക്ക് റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം. The direction of osmosis can be reversed if a pressure larger than the osmotic pressure is applied to the solution side. That is, now the pure solvent flows out of the solution through the semi-permeable membrane. This phenomenon is called reverse osmosis. ആ തന്നിരിക്കുന്ന ഡയഗ്രാം നോക്കുക. അതിൽ സോൾട്ട് വാട്ടറും ഫ്രഷ് വാട്ടറും രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ചാണ്. അവിടെ സോൾട്ട് വാട്ടറിൽ അതാണ് നമ്മുടെ സൊല്യൂഷൻ. അതിൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു പ്രഷർ നമ്മൾ ആ സൈഡിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ പ്യുവർ വാട്ടർ മോളിക്യൂൾസ് മാത്രം കടന്നു പോവുകയും അപ്പുറത്തെ ഭാഗത്ത് പുറത്തേക്കുള്ള ഔട്ട്ലെറ്റിൽ നമുക്ക് പ്യുവർ വാട്ടർ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ റിവേഴ്സ് ഓസ്മോസിസിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. കടൽ വെള്ളത്തെ നമുക്ക് ശുദ്ധജലമാക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. റിവേഴ്സ് ഓസ്മോസിസ് occur when a pressure larger than
the osmotic pressure is applied to the solution. അടുത്തതായി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പാർട്ടാണ് വാൻ ഹോഫ് ഫാക്ടർ or abnormal molecular mass. In certain cases, the relative molecular masses determined by measuring colligative properties do not agree with the actual molecular mass calculated from the molecular formulae. The unexpected molar mass obtained is called abnormal molar mass. നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് മോളിക്കുലാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് കണ്ടെത്താനുള്ള ഇക്വേഷനുകൾ പഠിച്ചു. അതുപയോഗിച്ച് നമ്മൾ ഓരോ സൊല്യൂട്ടിൻ്റെയും മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളിക്കുലാർ മാസും നമ്മൾ മോളിക്കുലാർ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളിക്കുലാർ മാസും തമ്മിൽ വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ വ്യത്യാസമായിട്ട് വരുന്ന ആ മോളിക്കുലാർ മാസിനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ മോളാർ മാസിനെയാണ് എന്ത് പറയുന്നത്, അബ്നോർമൽ മോളാർ മാസ്. ദിസ് ഈസ് ഡ്യൂ ടു dissociation of solute particles in solution or association of solute particles in solution. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ മോളിക്കുലാർ മാസ് കണ്ടെത്തിയതിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം. ഇപ്പോൾ certain substances like acetic acid, benzoic acid, etc. in benzene solvent associate through hydrogen bonding. അപ്പോൾ രണ്ട് മോളിക്യൂൾസ് ഓഫ് അസറ്റിക് ആസിഡ് കമ്പൈൻ ചെയ്തിട്ടാണ് സൊല്യൂഷനിൽ ഇരിക്കുന്നുണ്ടാവുക. ഡ്യൂ ടു ദിസ് അസോസിയേഷൻ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ സൊല്യൂഷൻ ഡിക്രീസസ് ആൻഡ് ഹെൻസ് ദ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ലോവർ ദാൻ ദി എക്സ്പെക്റ്റഡ് വാല്യൂ. The molecular mass calculated from this abnormally low value of colligative property will be higher than the expected value. Molar mass which are either higher or lower than the normal value are called abnormal molecular mass. ഇങ്ങനെ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അസോസിയേഷൻ്റെയും ഡിസോസിയേഷൻ്റെയും എക്സ്റ്റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വാൻ ഹോഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു മെത്തേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വാൻ ഹോഫ് ഫാക്ടർ എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. ടു കാൽക്കുലേറ്റ് ദി വാൻ ഹോഫ് ഫാക്ടർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ I. It is calculated as I is equal to normal molar mass of solute divided by observed molar mass of solute, or another expression is I is equal to total number of moles of particles after association or dissociation divided by number of moles of particles before association or dissociation. The value of Van Hoff factor is greater than unity for dissociation and less than unity for association. ഈ വാൻ ഹോഫ് ഫാക്ടർ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ സ്ലൈറ്റായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ദ മോഡിഫൈഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇക്വേഷൻസ് ഏതൊക്കെയാണെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ delta P by P0A is equal to
I into chi B. ഇനി elevation in boiling point delta TB is equal to I into KB into M. അടുത്തത് depression in freezing point delta TF is equal to I into KF into M. Then osmotic pressure pi V is equal to nRT എന്നായിരുന്നു. കൊളിഗേറ്റീവ് പ്രോപ്പർ വാൻ ഹോഫ് ഫാക്ടർ ആഡ് ചെയ്ത് ഇക്വേഷൻ മോഡിഫൈ ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ പൈ വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൻ ആർ ടി ആയിട്ട് മാറും. സ്ലൈഡ്സിൽ നോക്കി നോട്ട്സുകൾ എല്ലാവരും തയ്യാറാക്കുക. നോട്ട്സുകൾ നാളെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്.